വായിക്കണോ ഉണ്ണി വായിക്കണോ? വായിച്ചോളൂ. വായിക്കട്ടെ. 1993 ബോംബെ മാർച്ച് 12. അന്ന് മുതലാണ് ഉണ്ണിയോടുള്ള തീവ്രമായ ഭ്രമം തുടങ്ങിയത്. സ്റ്റൈലാണ് ചേട്ടൻ്റെ മാസ്റ്റർ പീസ്. അക്കാര്യത്തിൽ ചേട്ടനൊരു കില്ലാടിയാണ്. മല്ലൂസിൻ കണ്ടപ്പോൾ മുതലാണ് ചേട്ടനും ഞാനും നല്ല ക്ലിൻറ്റാന്ന് എനിക്ക് മനസ്സിലായത്. നമ്മുടെ കല്യാണം നടന്നാൽ ആദ്യ രാത്രി ഞാനൊരു മാമാങ്കമാക്കും ചേട്ടാ, മാമാങ്കം. മനസ്സിൽ വന്നത് എഴുതിയതാണ്. ഇച്ചിരി കുരുത്തം കണ്ട മൈൻഡുള്ളതുകൊണ്ടാ, ഒന്നും പേടിക്കണ്ട. വേണമെങ്കിൽ ആദ്യ രാത്രിക്ക് മുൻപേ ചേട്ടൻ്റെ ഇരയാകാൻ ഞാൻ തയ്യാറാണ്. ഇത് ഞാൻ എഴുതിയതല്ല കേട്ടോ, വേണമെങ്കിൽ ഞാൻ വേറൊരു എഴുതി ചേർത്തായിരിക്കാൻ സാധ്യതയുണ്ട്, ക്ഷമിക്കണേ. പക്ഷെ എന്നാലും അവനിച്ചിരി ബുദ്ധിയുള്ളവനാണെന്ന് വേറെ നന്നായിട്ടുണ്ട്. അതൊക്കെ എന്തൊരു ഭാഗ്യമായിരിക്കും ചേട്ടാ. അതിനുവേണ്ടി 21 ബേക്കർ സ്ട്രീറ്റിലെ ജനതാ ഗ്യാരേജിൻ്റെ 18 പടിയും തുറന്നിട്ട് ഞാൻ കാത്തിരിക്കും. ചേട്ടൻ വന്നാൽ നമുക്കൊന്നിച്ച് ഒരു മുറി വന്ന് പാത്തായ. ഷോ, എനിക്ക് നാണം വരുന്നു. അയ്യോ, ഇതിലൊരു സമയം ഈ 21 ബേക്കർ സ്ട്രീറ്റിൽ ഞാൻ പോയിട്ടില്ല. പോയിട്ടില്ലേ? അതെന്റെ പടമല്ല അല്ലേ? പെട്ടെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. എനിക്ക് എന്തോ മിന്നായം പോലെ തോന്നിയതായിരിക്കും ചിലപ്പോൾ. ഒരു കാര്യമുണ്ട്, ഞാൻ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചതേ. മലയാളം അങ്ങനെ അധികം എഴുതാനും മലയാളം സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഉണ്ണിയുടെ സിനിമ മാത്രമേ ഞാൻ കാണാറുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ ഒരു അക്ഷരപിശാശ് വന്നതായിരിക്കും കേട്ടോ. നമ്മുടെ കല്യാണക്കാര്യം മൈ ഗ്രേറ്റ് ഫാദറിനോട് പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അച്ഛൻ ശരിക്കും പറഞ്ഞ എൻ്റെ അടുത്ത് അതൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉണ്ണിയെപ്പോലൊരാൾ നമ്മുടെ കുടുംബത്തിൽ കയറി വരാനായിട്ട് ഈ അച്ഛൻ എന്ത് യോഗ്യതയുണ്ട് അത് പറയാനായിട്ട് എന്ന് ചോദിച്ചു. അച്ഛന് വരച്ച വരയിൽ നിർത്തിയേക്കാൻ ഞാൻ അങ്ങനെ സമ്മതിപ്പിച്ചത്. ആ, ചേട്ടൻ്റെ ബ്രോഡാഡിയോട് ചേട്ടൻ പറഞ്ഞ് സമ്മതിപ്പിക്കണം. സമ്മതിപ്പിക്കില്ലേ ചേട്ടാ? ഇല്ല, സമ്മതിപ്പിക്കില്ലേ? ഞാൻ സമ്മതിപ്പിച്ചോളാം. ഞാൻ അമ്മേനെ കാണാൻ പോകുന്നുണ്ടല്ലോ. എന്നിട്ട് നമ്മുടെ അച്ചായൻസ് തീരുമാനിക്കട്ടെ നമ്മുടെ കല്യാണം എന്ന് മേപ്പടി എൻ്റെ സ്വന്തം ഭാഗം മതി. കൊള്ളാമോ? മേടിച്ചു. ഇത് പുറത്തു പോകാതിരിക്കാനാണ് മേടിച്ചു. പുറത്തു പോകാതിരിക്കാൻ ഞാൻ കോപ്പി എടുത്ത് ഓൺലൈനുകാർക്കൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. സമാധാനം. ഹൃദയത്തിൽ തന്നെ സൂക്ഷിച്ചു. അയ്യോ, എനിക്ക് വയ്യ.